സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഉന്നതത്തിൽ നിന്ന് കൃപ ലഭിച്ചവർക്കല്ലാതെ ഈ ഉപദേശം സ്വീകരിക്കാനാവില്ല. വിവാഹത്തെക്കുറിച്ച് ഈശോ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കുക, വിവാഹമോചനം സാധ്യമാകുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഉള്ള മറുപടിയാണ്. ഈശോയാണ് നമ്മളെ യോജിപ്പിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ 2 പേരും അല്ല, നമ്മൾ 3 ആണ് എന്ന് തിരിച്ചറിയണം. ചിലരൊക്കെ നമ്മൾ 2 പേരും ഒന്നിച്ചേർന്ന് ഒന്നാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ലെന്നേ. പല കാര്യങ്ങളിലും നമ്മൾ ഒന്നല്ല, നമ്മൾ 3 ആണെന്നങ്ങ് ചിന്തിക്ക്. ഞാനും എൻ്റെ ഭാര്യയും ഈശോയും. സ്നേഹമുള്ള സഹോദരങ്ങളെ, ചിലർ ഭാര്യമാർ മരിച്ചു കഴിയുമ്പോൾ, ഭർത്താക്കന്മാർ മരിച്ചു കഴിയുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്നാണ് ചിന്തിക്കുന്നത്. വിവാഹമെന്ന കുദാശയിലൂടെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം, ഒരിക്കലും പിരിയാത്ത ഒരു കൂട്ടുകാരൻ നമുക്കുണ്ട്, ഈശോ. ബുദ്ധിമുട്ടുകളില്ലാത്ത കുടുംബജീവിതം ഇല്ല. എല്ലാ കാര്യങ്ങളും ഭർത്താവ് അംഗീകരിക്കണമെന്നില്ല, ഭാര്യയും അംഗീകരിക്കണമെന്നില്ല. പക്ഷേ നിന്റെ കുറവുമായിട്ട് നീ ഈശോയുടെ അടുത്ത് ചെന്നാൽ ഈശോ നിന്നെ അംഗീകരിച്ചോളൂ. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈശോ മാത്രമാണ്, കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ അവനുണ്ട് എന്നുള്ളൊരു വിചാരം നമുക്കുണ്ടാകുമ്പോഴാണ് വിവാഹമെന്ന കൂദാശയുടെ മഹാരഹസ്യം നമുക്ക് മനസ്സിലാവുക. മഴയും വെയിലും ഒന്നും കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല, അത് പെയ്യും. രക്ഷപ്പെടണമെങ്കിൽ ഒരു കൊട കയ്യിൽ കരുതിയാൽ മതി. ഇതുപോലെ നമുക്ക് ഇടയിൽ സർവശക്തനായ ദൈവം നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് അവൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുക. അവനെ കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അങ്ങനെയുള്ളൊരു കൃപാജീവിതം നയിക്കുവാൻ നമുക്കേവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ